പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4th സെമസ്റ്റർ BCom BBA പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് അതിൻ്റെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാളെ നടക്കുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണം. ഓക്കെ, മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് അനലൈസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയണം. മൊഡ്യൂൾ 1 ക്ലാസിഫിക്കേഷൻ ഓഫ് QT, മൊഡ്യൂൾ 1 നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. BComൻ്റെ മൊഡ്യൂൾ 2 BBAയുടെ മൊഡ്യൂൾ 3 കോറിലേഷൻ റിഗ്രഷന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കോറിലേഷന് അല്ലെങ്കിൽ റിഗ്രഷൻ്റെ പ്രോബ്ലം അതെന്തായാലും വരും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ കോറിലേഷൻ്റെ റാങ്ക് ഓഫ് കോറിലേഷനും നമ്മൾ വെക്കുന്നത് നല്ലതാണ്. 5 മാർക്സ് ഓർ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് മൊത്തമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് കോറിലേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി BCom മൊഡ്യൂൾ 3 BBA മൊഡ്യൂൾ 4 നിന്ന് പ്രോബബിലിറ്റിയിൽ നിന്ന് ബയേസിയൻ പ്രോബ്ലം ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യനും ചോദിക്കാൻ പറ്റിയൊരു മൊഡ്യൂളാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത മൊഡ്യൂള് BComൻ്റെ മൊഡ്യൂൾ 4 BBAൻ്റെ മൊഡ്യൂൾ 5 തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്, അതേപോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം. ഇനി BBAൻ്റെ മൊഡ്യൂൾ 2 ഇൻഡെക്സ് നമ്പറാണ്. ഇൻഡെക്സ് നമ്പറിൽ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ്, ചിലപ്പോൾ 2 or 3 മെഷർമെൻറ്റ് ഒരുമിച്ച് ലാസ്റ്റേഴ്സ്, പാസ്റ്റേഴ്സ്, ഫിഷേഴ്സ് ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യന് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി കോമ്പണൻസ് ഓഫ് ടൈം സീരീസ് ആ മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി BCom മൊഡ്യൂൾ 5 BComമാർക്ക് മാത്രമുള്ളതാണ്. അതിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, ടൈപ്സ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇത്ര ക്വസ്റ്റ്യന് ആണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.